ഷിരൂരിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം തത്സമയം ചേരുന്നു. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. പറയൂ ഹാഷ്മി, എന്തൊക്കെയാണ് നമുക്ക് ഈ ഗംഗാവലി പുഴക്കരയിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? എസ്കൻ, ഗംഗാവലി പുഴയുടെ ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി നാശമുണ്ടാക്കി കുറേയധികം ഗ്രാമങ്ങൾ കൂടി നമ്മൾ സഞ്ചരിക്കുക, അതുകൊണ്ടാണ് എത്താൻ ലേറ്റ് ആയത്. പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുന്നു. എസ്കൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പുഴക്കരയിൽ തന്നെയാണ്. നമുക്ക് അവിടെ ദൂരെ കാണാം ഒരു മൺകൂന. ആ മൺകൂനയിലാണ് എസ്കൻ നമുക്ക് ഉറപ്പായി നമ്മുടെ പ്രതീക്ഷയുള്ളത്. ആ മൺകൂനയിൽ തന്നെ ഈ ലോറി ഉണ്ടാകുമെന്നുള്ളതാണ് പല വിദഗ്ധരും ഇവിടെ നിൽക്കുന്ന പ്രദേശവാസികളൊക്കെ പറയുന്നത്. ആ മൺകൂനയ്ക്ക് അടുത്ത് ആദ്യം റഡാർ ഒരു സിഗ്നൽ കിട്ടുകയും പിന്നീട് സോണാർ ഒരു സിഗ്നൽ കിട്ടുകയും ചെയ്തു. ഉറപ്പായും ഇന്ന് ആ മൺകൂന കേന്ദ്രീകരിച്ച് തന്നെയാണ് പരിശോധന. എസ്കൻ, നമുക്കറിയാം ഈ ഗംഗാവാലി പുഴ 20 അടി 30 അടി താഴ്ചയിൽ നിൽക്കുന്നുണ്ട്. ഈ ലാൻഡ് സ്ലൈഡിലെ മണ്ണിടിഞ്ഞ് വീണ് ആ പുഴ നികന്ന് ഒരാൾ പൊക്കത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മൺകൂനാണ്. ഒരു ചെറിയ മല ഈ ഗംഗാവാലി പുഴയ്ക്ക് നടുവിലായി രൂപം കൊണ്ട കാഴ്ചയാണ് പ്രേക്ഷകരെ കാണുന്നത്. ഉറപ്പായും അതിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ലോറി ഉണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാര്യം ഈ രണ്ട് സിഗ്നലുകൾ ഒരേ സമയം അതിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ആ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം. എസ്കേൻ ഇന്നിപ്പോൾ നാവികേഷനുടെ സംഘം പ്രേക്ഷകർ കാണാം. അവിടെ ഓറഞ്ച് ബോട്ടിൽ നാവികേഷനുടെ സംഘം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെ പരിശോധന നടത്തുന്നുണ്ട് ഇപ്പോൾ തന്നെ. പക്ഷേ പ്രശ്നം ഇപ്പോഴും നാവികസേനയുടെ സോണാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നത്. അതുകൊണ്ട് ആ സംവിധാനം കൊണ്ട് നമുക്ക് ആ മൺകൂന മാറ്റി ഒരു പരിശോധന നടക്കില്ല. അപ്പോഴാണ് കാർവാറമ്മൽ ഇന്നലെ പറഞ്ഞ ആ മെഷീൻ്റെ പ്രസക്തി വരുന്നത്. ആ മെഷീൻ ഒരു പ്രൊക്ലൈനറാണ്. സ്കേൻ 60 അടിയിലേക്ക് ഈ പ്രൊക്ലൈനറിൻ്റെ കൈ നീട്ടിക്കൊണ്ട് മണ്ണ് മാന്തി പരിശോധിക്കാൻ കഴിയുന്ന ഒരു യന്ത്ര സംവിധാനം. അത് ഇന്നലെ വൈകിട്ടോടുകൂടി എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിപ്പോൾ അല്പസമയം ലേറ്റ് ആവുമെന്ന് പറയുന്നു. അത് കൊണ്ടുവന്ന ട്രക്കിനെന്തോ പ്രശ്നമുണ്ട്. കാരണം ഉച്ചയോടുകൂടി മാത്രമേ എത്തുകയുള്ളൂ. അത് വന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇവിടെ ആ മൺകൂന തിരഞ്ഞുള്ള പരിശോധന എന്തായാലും കാര്യക്ഷമമാവുകയുള്ളൂ. എസ്കേൻ, ഉറപ്പായും അതിനുവേണ്ടിയുള്ള ആകാംക്ഷയോടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഇവിടുത്തെ രക്ഷാദൗത്യ പ്രവർത്തകർ. എന്തായാലും നമ്മൾ ആദ്യ ദിവസം കണ്ട ഒരു മാന്ദ്യമൊക്കെ മാറി നാവികസേനയുടെയും കരസേനയുടെയും ഒക്കെ സംയുക്ത പരിശോധന വളരെ കാര്യക്ഷമമായി ഈ പുഴയിൽ ഇന്നലെയും ഇന്നുമായി നടക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ വന്നതാണ്. രാവിലെ വരുമ്പോൾ തന്നെ ഈ ബോട്ടുകൾ ഇവിടെ സജ്ജമായി നിൽപ്പുണ്ടായിരുന്നു. അല്പസമയം മുൻപാണ് ഈ ബോട്ടുകൾ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങിയത്. ഈ സോണാർ എന്ന് പറയുന്ന സംവിധാനം ഒരു ഗ്രാഫിക് രൂപത്തിലുള്ള ചിത്രങ്ങളാണ് നൽകുക. നമുക്കിതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി കാണാമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ സോണാറിൽ ഈ ഗ്രാഫിക് രീതിയിലുള്ള ദൃശ്യങ്ങൾ നൽകും. അതിനുശേഷം അത് അനലൈസ് ചെയ്യും. അതിനുശേഷമാണ് ഈ നേവി ഡൈവർ സംഘം അതിനുള്ളിലേക്ക് ഇറങ്ങുക. ഇതിലെ പ്രശ്നം എസ്കേൻ, ഇപ്പോഴും ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ നല്ല കനത്ത മഴയുണ്ട്. മഴ കൂടുമ്പോൾ ഈ ഗംഗാവാലി പുഴയുടെ അടിയൊഴുക്ക് വല്ലാതെ കൂടും. ഈ ഭാഗമെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഗോകർണത്തോട് ചേർന്ന് കടലിനോട് ചേർന്ന് അഴിമുഖത്തിൻ്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ അടിയൊഴുക്ക് കൂടും, ആഴം വല്ലാതെ കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അടിയൊഴുക്ക് കൂടും. അപ്പോൾ ഈ സോണാറിൽ നിന്ന് കിട്ടുന്ന ഈ ഗ്രാഫിക് പിക്ചറുകൾ അനലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടുതൽ പരിശോധനയ്ക്കായി നാവികസേന ഡൈവർ സംഘം അങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. പക്ഷേ ഡൈവർമാർക്ക് ഡൈവ് ചെയ്യാൻ പറ്റാത്ത അതിശക്തമായ അടിയൊഴുക്ക്, അങ്ങനെ ഡൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ജീവന് പോലും ഭീഷണിയാവുന്ന തരത്തിലുള്ള അടിയൊഴുക്കുള്ള പുഴയുടെ ഒരു കരയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം നാവികസേന ഡൈവർ സംഘത്തിന് അതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയൊരു പരിശോധന എന്തായാലും ഇതുവരെ കാര്യമായി സാധ്യമായിട്ടില്ല. അപ്പോഴാണ് കൂടുതൽ യന്ത്ര സംവിധാനങ്ങളുടെ പ്രസക്തി ഇവിടെ ആവശ്യം വരുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി ഇന്ന് ഉച്ചയോടുകൂടി കാർവാർ എം എൽ എ ബാംഗ്ലൂരിൽ നിന്ന് എത്തിക്കുന്ന ആ സംവിധാനം ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. അതൊരു പ്രൊക്ലൈനറാണ്. അതിൻ്റെ പേര് കൃത്യമായി ഇപ്പോഴും നമുക്കറിയില്ല. എന്നാൽ ഡ്രഡ്ജറാണ്. അത് ഡ്രഡ്ജർ അല്ല, അതൊരു വലിയ JCB എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മാസീവ് JCB എന്ന് വേണമെങ്കിൽ പറയാം. അത് കരയിൽ നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷ്മണന്റെ കട എന്ന് പറഞ്ഞ അതിൻ്റെ പ്രഭവ സ്ഥലം അവിടെ ബേസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ബക്കറ്റ് ഈ പുഴയുടെ അകത്തേക്ക് നീട്ടി ആ മൺകൂനയിലേക്ക് ആഴ്ന്നിറങ്ങിയുള്ള പരിശോധനയാണ് ഇപ്പോൾ ആലോചിക്കുന്ന എസ്കേൻ. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു ശുഭപ്രതീക്ഷ ഉറപ്പായും ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അതോടൊപ്പം ഇന്ദ്രപാൽ സിംഗ് കൊണ്ടുവരുന്ന ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോടുകൂടി അല്ലെങ്കിൽ കൂടുതൽ മികവോടുകൂടി ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു റഡാർ സംവിധാനം, ഒരു ഡ്രോൺ സംവിധാനം നാളെ രാവിലെ പരിശോധന നടത്താൻ പോകുന്നു. അങ്ങനെയെങ്കിൽ അത് കൂടുതൽ പരിശോധനയിൽ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും ഇവിടെ നമ്മൾ ചില പ്രദേശവാസികൾ പറഞ്ഞു കേട്ടിരുന്നു എസ്കേൻ, ഇവിടെ ഈ പുഴയിൽ വലിയൊരു സ്ഫോടനമുണ്ടായി എന്ന് ചില പ്രദേശവാസികൾ പറയുന്നുണ്ട്. അത് ചില അഭ്യൂഹങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. അത് ഈ പറയുന്ന ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിച്ചതാണോ എന്നൊരു അഭ്യൂഹങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ കർണാടക ഹൈക്കോടതിയിൽ സർക്കാർ കൊടുത്ത അഫിഡവിറ്റിൽ അങ്ങനെ ഒരു പൊട്ടിത്തെറിയുടെ കാര്യമൊന്നും പറയുന്നില്ല. അതുമാത്രമല്ല, ഈ പറഞ്ഞ കാണാതായ 3 ഗ്യാസ് ടാങ്കറുകളിലും അത് കാലിയായിരുന്നു എന്നൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിത്തെറിച്ചു എന്ന് പറയുന്ന അഭ്യൂഹം മാത്രമാണ് തള്ളുകയാണ്. നമ്മൾ ഇന്നലെ കാർവാർ എം എൽ എയോട് ചോദിച്ചപ്പോൾ കാർവാർ എം എൽ എ പറഞ്ഞത് ഈ 2 കരയ്ക്കൽ അവിടെ ടവർ കിടക്കുന്ന പ്രേക്ഷകർ കാണുന്നുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ടവർ ഉണ്ടായിരുന്നു. ആ ടവർ 11 kV ലൈൻ പോകുന്ന ടവറാണ്. അപ്പോൾ ആ ടവർ വീണപ്പോഴേക്കും ഈ കറണ്ട് ലൈൻ താഴേക്ക് പതിച്ച്
അത് തമ്മിൽ ഷോട്ടായി ഉണ്ടായ വലിയ ശബ്ദമാണ്, അതല്ലാതെ ഒരു പൊട്ടിത്തെറിയൊന്നും ഉണ്ടായിട്ടില്ല എന്നതിന് കാർവാർ MLA പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതിപ്പോഴും പ്രദേശവാസികൾ പറയുന്നുണ്ട്, തീ കണ്ടു എന്നൊക്കെ ചില അഭ്യൂഹങ്ങൾ പറയുന്നു. നമുക്ക് സ്ഥിരീകരിക്കാൻ ഇപ്പോഴും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. SKN എന്തായാലും ഇന്നും നാളെയും നടക്കുന്ന പരിശോധന അതിനിർണായം. നമ്മളിപ്പോൾ ഇന്ന് 9ാം നാളാണ്. നമുക്കിപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവ് സൂചന അർജുൻ്റെ വീട്ടുകാർക്കോ പ്രേക്ഷകർക്കോ നൽകാൻ കഴിയുന്നില്ല. അതിൻ്റെ വലിയ വേദനയും നിരാശയും ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ 8 ദിവസം നടന്ന പരിശോധന പോലെയല്ല ഇന്നത്തെ പരിശോധന എന്ന് വളരെ വ്യക്തമായി വളരെ ഭംഗിയെ തന്നെ പറയാം. ഇന്ന് ചില അതിനിർണായകമായ ചില വിവരങ്ങൾ ഈ പുഴയുടെ അടിത്തട്ടിൽ നിന്നും കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഈ മൺകൂനയിൽ കാണുന്ന സോണാറിലും റഡാറിലും കിട്ടിയ സിഗ്നലുകൾ, SK നേരത്തെ പറഞ്ഞ ആ ടവർ, അവിടെ ഒരു ടവർ ഉണ്ട്, അതുപോലെ ഒരു ടവർ ഈ മണ്ണിലേക്ക് ഒഴുകി വന്നിട്ടുണ്ടോ എന്നൊരു സംശയം പ്രദേശവാസികൾ പ്രകടിപ്പിക്കും. കാര്യം അതിൽ നഷ്ടമായ ഒരു ടവർ എന്തായാലും കാണാനില്ല, അതിങ്ങോട്ട് ഒഴുകി വന്നിട്ടുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനി ആ ടവറിന്റെ സിഗ്നലാണോ അതിൽ നിന്ന് കിട്ടുന്നത് എന്ന ഒരു സംശയം കൂടി ചിലർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെയും നമ്മുടെ കാത്തിരിപ്പ് അനന്തമായി നീളും. എന്തായാലും ഈ മൺകൂനയിൽ കാണുന്ന സോണാർ റഡാർ സിഗ്നലുകളിൽ രക്ഷാ ദൗത്യ സംഘത്തിന്, നേവിക്കൊക്കെ വലിയ പ്രതീക്ഷ എന്തായാലും വെച്ച് പുലർത്തുന്നു. ഇന്ന് ഉച്ചയോടുകൂടി കാർവാർ MLA ആ മെഷീൻ, ആ വലിയ JCB, ആ വലിയ പ്രൊക്ലൈനർ കൂടി വരുന്നതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും SK ഒരു കാര്യം ഉറപ്പാണ്, ഈ പുഴയുടെ അടിത്തട്ടിൽ മണ്ണ് എന്ന് അസാധ്യമാണ്, നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത വണ്ണമുള്ള മണ്ണ് രൂപം കൊള്ളുന്നുണ്ട്. നമുക്ക് പ്രേക്ഷകർ കാണാം, അവിടെ ആ മലനിരകളാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വന്നത്. അത് വലിയ മണ്ണാണ്. ഒരു പക്ഷേ നമ്മൾ ദൂരം നോക്കിയാൽ അത്ര വ്യക്തമാവില്ലെങ്കിൽ കൂടി നമ്മൾ അടുത്ത് പോയി നോക്കിയതാണ്. നമുക്ക് കണ്ടാൽ തന്നെ പേടിയാവുന്ന തരത്തിൽ ഒരു സാധാരണ ഒരു മലയിടിച്ചിൽ പോലെയൊന്നും അല്ലാതെ വലിയ ഏരിയയിൽ നിന്നും ഒരുപാട് മണ്ണിങ്ങനെ ഒഴുകി പുഴയിലേക്ക് ഇറങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഈ പുഴയുടെ അടിത്തട്ടിൽ ഒന്നാകെ മണ്ണ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു. എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ കാണുന്ന പുഴ പോലെയല്ല ഈ ഗംഗാവാലി പുഴ. ഈ പുഴ ഇന്നലെയൊക്കെ ഏതാണ്ട് ചുവന്ന നിറത്തിൽ തന്നെ വല്ലാതെ കുലം കുത്തി അങ്ങനെ കലുഷമായി ഒഴുകുകയായിരുന്നു. ഇന്നിപ്പോൾ ചെറിയൊരു തെളിച്ചം ഈ പുഴയ്ക്ക് നമുക്ക് നമ്മുടെ നഗ്നയാത്രകൾ നോക്കുമ്പോൾ കാണുന്നുണ്ട്. പക്ഷേ ഡൈവർമാർ പറയുന്നത് അവിടെ താഴെത്തട്ടിൽ 0 വിസിബിലിറ്റി ആണെന്ന് പറയുന്നു. അപ്പോൾ മുകൾ തട്ടിൽ കാണുന്ന ഈ ഒരു തെളിച്ചം താഴെത്തട്ടിലേക്ക് പോകുമ്പോൾ അത് ഡൈവർമാരുടെ വിസിബിലിറ്റി ആയിട്ട് പരിണമിക്കുമോ എന്നത് ഇപ്പോഴും അറിയില്ല. പക്ഷേ ഒരുപാട് വെള്ളം ഒഴുകി മാറിയതുകൊണ്ടാണോ എന്തോ ഈ പുഴയ്ക്ക് ചെറിയൊരു തെളിച്ചം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. കരയിൽ നിന്നുള്ള രക്ഷാദൗത്യത്തിന്റെ ദൃശ്യങ്ങളും കാണാം. എന്തായാലും കരയിലെ കേന്ദ്രീകരിച്ച പ്രവർത്തനം മെനിഞ്ഞാന്നോടുകൂടി ഏതാണ്ട് പൂർണ്ണമായി തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോഴും പക്ഷേ JCBകൾ പണിയെടുക്കുന്നത് അവിടെ റോഡ് ക്ലിയർ ചെയ്യാണ് SKN. ആ റോഡ് ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് അപ്പുറത്ത്, നമ്മുടെ ഈ പുഴയുടെ അപ്പുറത്ത് ഒരു 10-200 ട്രക്കെങ്കിലും അങ്ങനെ ഈ വഴി പോകാൻ കാത്തിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ആ വഴി ക്ലിയർ ചെയ്യുന്ന പണിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അർജുന് വേണ്ടി, ലോറിക്ക് വേണ്ടിയുള്ള പരിശോധന 100% ഗംഗാവാലി പുഴ കേന്ദ്രീകരിച്ച് നടക്കുന്നു. നേവിയുടെ ഡിങ്കി ബോട്ടുകൾ അവിടെ പോകുന്ന പ്രേക്ഷകർക്ക് കാണാം. ആ ഡിങ്കി ബോട്ടുകളിലുള്ളത് സോണാർ സംവിധാനമാണ്. ഒരു ഡിങ്കി ബോട്ടിൽ നേവിയുടെ 2 എക്സ്പെർട്ട് ഡൈവർമാരുണ്ട്, ഒരു സോണാർ എക്സ്പെർട്ട് ഉണ്ട്. 3 പേരടങ്ങുന്ന ഒരു ഡിങ്കി ബോട്ടാണ് പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ സോണാറിൽ നിന്ന് കിട്ടുന്ന സിഗ്നൽ പ്രകാരം ഡൈവർമാർ താഴേക്ക് ഡൈവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ സ്ട്രാറ്റജി. പക്ഷേ ആ സ്ട്രാറ്റജി വിജയിക്കാത്തതാണ് ഞാൻ നേരത്തെ പറയുന്നത് പോലെ അതിശക്തമായ അടിയൊഴുക്കാണ്. ഇന്നിപ്പോൾ പുഴയുടെ അടിയൊഴുക്ക്, ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഇപ്പോൾ ഈ നദി ചെറുതായിട്ട് തെളിയുന്നതിന് ആനുപാതികമായി പുഴയുടെ അടിയൊഴുക്ക് ഏതെങ്കിലും തരത്തിൽ കുറവുണ്ടാകുമോ എന്നറിയില്ല. കുറവുണ്ടാവുകയാണെങ്കിൽ അത് നേവി ഡൈവർ സംഘത്തിനുണ്ടാക്കുന്ന ആശ്വാസം ചെറുതല്ല. അവർ കുറച്ചുകൂടെ അവരുടെ പണി എളുപ്പമാകും. എന്തായാലും ഇന്ന് വൈകിട്ട് വരുന്ന ആർമി മുൻ ജനറൽ ഇന്ദ്രപാലിന്റെ ആ യന്ത്ര സംവിധാനം എന്ന് പറയുന്നത് 20 മീറ്റർ ആഴത്തിൽ, അതൊരു ഡ്രോൺ സംവിധാനം തന്നെയാണ്, അത് വെള്ളത്തിന് മുകളിൽ കൂടി തന്നെയാണ് പറക്കുക. പക്ഷേ 20 മീറ്റർ ആഴത്തിലേക്ക് കിട്ടുന്ന വളരെ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയോട് കുറച്ച് നല്ല വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു സംവിധാനമാണ് വരുന്നത്. അതുകൂടി വരികയാണെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പം. വൈകിട്ടാണ് ഇന്ദ്രപാലും സംഘവും അദ്ദേഹത്തിന്റെ മെഷീനും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തുക. എന്തായാലും ഈ ദിവസം SKN ഈ ഷിരൂർ ദൗത്യത്തിൽ അതിനിർണായകമാണ്. നമ്മൾ ഇന്ന് ഒരു പോസിറ്റീവായ ഒരു റെസ്പോൺസ് എന്തായാലും ഈ ഗംഗാവാലി പുഴയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ആഷ്മി താജ് ഇബ്രാഹിം. ആഷ്മിയും ഷിരൂരിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്ന് നമ്മുടെ വാർത്താ സംഘത്തിൽ ആഷ്മി തുടരുകയാണ്.